സാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാരനല്ലാത്ത സാധാരണക്കാരനായ പുതുപ്പള്ളിക്കാരുടെ ആ കുഞ്ഞിന് ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ഒരു ചെറിയ സല്ലാപമാണ്. നമുക്ക് അതിലേക്കൊന്ന് കടന്നു. പുതുപ്പള്ളിയിലെ പുലരി എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. സാർ എന്തായാലും ഒരു ഈസ്റ്റർ ആശംസിക്കുകയാണ്. എനിക്കറിയാം സാറിയും ഓരോ ദിവസവും ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് സാറിൻ്റെ. ഇന്നിപ്പോൾ തന്നെ രാവിലെ എത്തിയപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോൾ എത്തിയതാണ്. അപ്പോഴേ വീടിൻ്റെ വാതിക്കൽ ഒരു 10-25 പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും നിവേദനങ്ങളൊക്കെ ആയിട്ട്. എല്ലാ ദിവസവും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആളുകൾ വരുന്നതും അവരുമായിട്ട് ഇടപെടുന്നതും എനിക്ക് അല്പം പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓരോരുത്തരും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുമായിട്ടാണ് വരുന്നത്. അപ്പം അവരുടെ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, അത് എല്ലാവരും പറയാറുണ്ട്. കാരണം ഞാനും ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരാളായതുകൊണ്ട് എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏത് സമയത്തും എന്തൊരാവശ്യമായിട്ട് മുന്നേൻ സ്ഥാനത്ത് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും നല്ലൊരു പരിഹാരം തന്നെ സാർ കണ്ടെത്തും. കാരണം ഇത് ചോദിക്കാൻ കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാരെ അങ്ങനെ മന്ത്രിമാരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 1-2 പടങ്ങളിൽ കണ്ടിട്ടുള്ളൊരു സീനാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് എന്താ പറയുക, ഈ നിവേദനം കൊടുക്കുന്ന സമയത്ത് ഉള്ള സ്നേഹത്തോടു കൂടി എപ്പോൾ ഒന്ന് തോമസ് സുഖമാണല്ലോ അല്ലേ, പിന്നെ മക്കൾക്കൊക്കെ നന്നായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിവേദനമൊക്കെ മേടിക്കും. അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ചവിട്ടു. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ പൊതുവെ രാഷ്ട്രീയക്കാർ അങ്ങനെ ഒരു മനോഭാവം പുലർത്തുന്നവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം എല്ലാവരും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പഴയ ഒരു കാലഘട്ടത്തിലെ സ്ഥിതിയല്ല ഇന്ന്. പണ്ടൊക്കെ MLA-മാർ MP-മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങളിൽ നിന്ന് വളരെ അകന്നും നിയമസഭയിലെ കാര്യങ്ങൾ, പാർലമെൻറ്റിലെ കാര്യങ്ങൾ എന്നൊക്കെ ആയിട്ട് ഒതുങ്ങി നിന്നിരുന്നെങ്കിലും ഇന്ന് ജനങ്ങൾ എപ്പോഴും അവരുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. അത് അവർക്ക് കൂടുതൽ സന്തോഷവും താല്പര്യമൊക്കെ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ജനപ്രതിനിധികളും അവസരത്തിനൊത്ത് ഉയരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ അനുഭവത്തിലെ അഭിപ്രായം. എനിക്ക് ജനപ്രതിനിധികളുമായിട്ട് വളരെ അടുത്ത് പെരുമാറാനും അവരുടെ പ്രവർത്തന രീതികളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പലരുടെയും പ്രവർത്തനങ്ങളിൽ എനിക്ക് അങ്ങേയറ്റത്തെ അപ്രീസിയേഷനുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വല്ല ചുരുക്കം ചിലർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കാണുമായിരിക്കാം. അവരെ ഒരു MLA-യുടെ ജോലി അല്ലെങ്കിൽ ഒരു MP-യുടെ ജോലി ഇങ്ങനെ ജനസമ്പർക്ക പരിപാടിയല്ല, മറിച്ച് അവർക്കും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ധരിക്കുന്നവർ വല്ലതും ചുരുക്കം ചിലർ കണ്ടേക്കാം. പക്ഷേ ഇത് രണ്ടും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം. MLA-യുടെയും MP-യുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുകയും കൂടെ വേണം. തീർച്ചയായിട്ടും. ഈ ജനസമ്പർക്ക പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിച്ചൊരു പ്രോഗ്രാമാണത്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാനടക്കമുള്ള ഒരുപാട് കലാകാരന്മാർ അതിനെ ഹാസ്യവൽക്കരിച്ച് നമ്മൾ TV-യിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻ പിള്ള അദ്ദേഹം ബാറ്റ് ഇടലിട്ടുണ്ട്. ബോൾ കറക്കിയതുപോലെ തന്നെ അദ്ദേഹം ബാറ്റും കറക്കുമോ എന്നുള്ള സംശയമുണ്ട്. ദൈവം പോലും മേലോട്ട് കൈ ഉയർത്തിയിരിക്കുകയാണ് ഇവരുടെ കളി കണ്ടിട്ട്. കർത്താവ് തന്നെ വിളിച്ചു ഒരു ആണ് എന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത മുഖ്യമന്ത്രി ആയാൽ ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കുക വന്നൊരു പ്രോഗ്രാം അല്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ അതിനെക്കുറിച്ചൊന്നും എന്നാലും സംഭവിച്ചാൽ അല്ല അങ്ങനെ ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? അല്ല, അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയും പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഞാൻ എന്നും ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ജനപ്രതിനിധി ജനങ്ങളിൽ നിന്ന് വളരെ ദൂരത്തിൽ കഴിയരുത് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ്.
നമ്മുടെ ഇപ്പോൾ എന്താ പറയുക സാർ, നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരും 10-35 വയസ്സുള്ള ചെറുപ്പക്കാർ പോലും യാത്ര ചെയ്യാൻ മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്, രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. അങ്ങനെ ഒരുപാട് നമ്മളൊരു വിഭാഗത്തെ കാണുന്നുണ്ട്. സാറൊക്കെ ഇപ്പോഴും ഇത്ര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഓടി നടന്നു, ഈ രാവിലെ എഴുന്നേറ്റ് ഇത്രയും പേരെ കണ്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് അതിനൊരു തീരുമാനം കണ്ടെത്തി, അതുകൂടാതെ ഇത്രയും ദൂരങ്ങൾ ഒരു ദിവസം തന്നെ എത്രയോ കിലോമീറ്ററുകളാണ് യാത്ര ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഊർജം? എന്താണ് അതിൻ്റെ രഹസ്യം? എനിക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കവും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും എനിക്കതൊരു അസൗകര്യമായിട്ടേ തോന്നിയിട്ടില്ല. അതെനിക്കൊരു ഏറ്റവും ഒരു സന്തോഷം പകരുന്ന ഒരു ഊർജം നൽകുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ എല്ലാ ശനിയാഴ്ച വൈകിട്ടും പിന്നെ ഇവിടെ വീട്ടിൽ കാണും, ഞായറാഴ്ച രാവിലെയും കാണും. അപ്പം കൂടുതൽ സൗകര്യമായിട്ട് ആർക്കെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് ശനിയാഴ്ച വൈകിട്ട് വരാം. എല്ലാവരുടെ കാര്യവും കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാൻ പോകത്തുള്ളൂ. അപ്പം അത് എനിക്ക് ഒരിക്കലും ഒരു അസൗകര്യമായിട്ടേ തോന്നത്തില്ല. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും കിടക്കുന്ന ഒരു ചിന്ത, എനിക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരത്തിനും സ്നേഹത്തിനും അനുസരിച്ച് എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പം എത്ര ബുദ്ധിമുട്ട് തോന്നിയാലും ഒരു സമയം ഒരാൾ എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പേര് വരികയോ ഒക്കെ ചെയ്താലും എനിക്കെപ്പോഴും എന്നെ നയിക്കുന്ന വികാരം ഇങ്ങോട്ട് എനിക്ക് ലഭിക്കുന്ന അത്രയും എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു കടമയാണ് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്ക് നമുക്കതൊരിക്കലും ഒരു മുഷിച്ചിലായിട്ട് തോന്നിയിട്ടില്ല, തോന്നത്തുമില്ല. ശരിക്കും നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ നാടിനി എത്രയോ വളരേണ്ടിയിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുന്നത്. പക്ഷേ റോഡുകളുടെ കാര്യം, ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് അതിൻ്റെ ഗതാഗതം എന്ന് പറയുന്നതാണ്. അപ്പോൾ റോഡായാലും എങ്ങനെയായാലും നമ്മളൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ ഒന്ന് ഭേദപ്പെട്ട് തുടങ്ങിയിരിക്കുമെന്ന് പറയാം. ശരിക്കും സാറിനെ പോലെ അല്ല, ഇപ്പോൾ ഞങ്ങൾ എന്നെ പോലെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം. അതെന്തായാലും നല്ല തടസ്സമില്ലാതെ പോകാൻ പറ്റിയ റോഡുകൾ തന്നെ വേണം. ഇനിയും വരുന്ന കാലങ്ങളിൽ എക്സ്പ്രസ് ഹൈവേ ഒക്കെ പ്രതീക്ഷിക്കാം. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാണ്. പണം ഇന്നൊരു പ്രശ്നമല്ല. അതെ അതെ. അപ്പം ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ സമയം എങ്ങനെ സേവ് ചെയ്യുക, കുറഞ്ഞ സമയം കൊണ്ട്. അത് യാത്രയ്ക്കാണെങ്കിലും ഗവൺമെന്റിന്റെ സേവനങ്ങൾ കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും എന്തിനും ടൈമിനാണ് ഏറ്റവും വലിയ പ്രധാനം. പണം അല്പം കൂടുതൽ കൊടുക്കാൻ പോലും ആളുകൾ തയ്യാറാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റോഡുകളുടെ കാര്യം ഉൾപ്പെടെ ആണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ചെയ്തേ മതിയാകൂ. ആ ഒരു ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തേ മതിയാകും. ഈ യാത്രകളെക്കുറിച്ച് പറയുമ്പോഴാണ്, ഇപ്പോൾ ഒരുപാട് യാത്രയിൽ നല്ല നല്ല സംഭവങ്ങളുണ്ട്, മനസ്സിൽ ഓർത്തു വെക്കാനുള്ള സംഭവമുണ്ട്, ചിരിപ്പിച്ച സംഭവങ്ങളുണ്ടാവാം. സാറ് എഴുതിയൊരു ബുക്കാണത്, കുഞ്ഞു കുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും. ഇതിൽ കുറേ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങൾ സമൂഹമുണ്ട്. ഇതിൽ സാറിന് ഏറ്റവും കൂടുതൽ മനസ്സിലായി, അതായത് ഓർത്ത് ഇടയ്ക്ക് നമുക്കിങ്ങനെ ചിരിക്കാൻ പറ്റിയ ഓർത്ത് വെക്കുന്ന ഒരു യാത്രാനുഭവം എന്തായിരിക്കും സാർ? അല്ല, എനിക്ക് ഇങ്ങനെയുള്ള ഞാൻ എല്ലാവരുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആർക്കും എന്നോട് എന്തും പറയാം, എനിക്ക് അവരോടും പറയാം. ആ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ഒരു അകൽച്ച അല്ല. ഞാൻ രസകരമായ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള രസകരമായി വന്നിട്ടുള്ള ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. സാർ, ഏതൊരു ജോലിയിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെന്റ് എന്നാണ് പറയണത്. പക്ഷെ രാഷ്ട്രീയത്തിൽ നേരെ തിരിച്ചാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞാലാണ് അവർ സ്റ്റാറുകളായി തിളങ്ങുന്നത്, സാറടക്കം, അല്ലേ? കാര്യം ഞാൻ തന്നെ ഇപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കണ്ട ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള അതിപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ അല്ല രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ അവരെ കാണാനുള്ള ജനങ്ങളുടെ ഒരു ആവേശം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര അസൂയായിട്ട് തോന്നിയിട്ടുണ്ട്.
അപ്പൊ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേ നമുക്ക് തീർച്ചയായിട്ടും ഇത്രയധികം സാക്രിഫൈസ് ചെയ്യുന്ന ആ കുടുംബത്തെ തീർച്ചയായും പരിചയപ്പെട്ടേ പറ്റുള്ളൂ. നമ്മോടൊപ്പം ഉണ്ട് അവർ ചിലർ മാത്രം. എന്തായാലും അവർ നമുക്ക് പരിചയപ്പെടാം. സാറിന്റെ മകളും മകനുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, മറിയ ആൻഡ് ചാണ്ടി ഉമ്മർ. ഇവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെറിയ താരം കൂടി ഇവിടെ ഉണ്ട്, മറിയയുടെ മകനാണ്. പക്ഷെ പുള്ളി പേരും ഇതൊക്കെ പറയാൻ കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം അല്ലെ. എന്താ പേര്? ഇവിടെ നോക്കേ, എന്താ പേര്? നമുക്ക് വഴിയേ പുള്ളിയെ പരിചയപ്പെടാം. മറിയ, എന്തൊക്കെയുണ്ട് വിശേഷം? ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഹായ് ചാണ്ടി, എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോ ഡൽഹി പഠിച്ചുകൊണ്ടിരിക്കുക, MA ഹിസ്റ്ററി. സെന്റ് സ്റ്റീവൻസിലാണോ? സെന്റ് സ്റ്റീവൻസിലാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഓക്കെ. സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ താല്പര്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. NSUI യൂത്ത് കോൺഗ്രസ് രംഗത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ശരി. ഓക്കെ. അച്ഛന്റെ സൈഡിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണോ അതോ സ്വന്തമായി തന്നെ അങ്ങനെ ഒരു താല്പര്യം? ഞാനൊരു എന്റെ സ്റ്റുഡന്റ് ഡേയ്സ് തൊട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ് NSUI യൂത്ത് കോൺഗ്രസിലും KSUയിലും. അപ്പം എന്റെ ഒരു പ്രവർത്തന ശൈലി എന്റെ രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിലാണ് ഒരു കരിയർ നോക്കുന്നത്. ഞാനിപ്പം പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രംഗത്താണ്, വിദ്യാർത്ഥി യുവജന രംഗത്താണ്. തൽക്കാലം അത്ര എനിക്ക് തൽക്കാലത്തെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, ഭാവി നോക്കുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ എന്തോ ഒരു മിസ്സിംഗ് ആദ്യം മുതലേ തോന്നുന്നുണ്ടായിരുന്നു. അത് മറ്റാരും അല്ല, സാറിന്റെ ബെറ്റർ ഹാഫാണ്. എവിടെയാണ്? പിന്നെ ഇന്ന് സുഖമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് പിന്നെ ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സമ്മതിച്ചതായിരുന്നു. അതാണ് കാണാത്തപ്പോ ഒരു അതുകൊണ്ട് സുഖമില്ലാതെ വന്നതുകൊണ്ട്. എന്തായാലും ഈസ്റ്റർ ആയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഭയങ്കര ഇൻകംപ്ലീറ്റ് ലുക്കാണ് അല്ലെ? ഒരു 2 ഹാഫും കൂടി ചേരുമ്പോഴാണല്ലോ ഒരു കംപ്ലീറ്റ് ആവുന്നത്, ബെറ്റർ ഹാഫ് ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ഈ കൂടുതൽ ഈ കുടുംബത്തോട് കൂടുതൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ കുറച്ച് സമയം വേറെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? കേരളത്തിന് ഇഷ്ടപ്പെടുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഹോബി എന്താണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹോബി ഒന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴും ആളുകളുടെ ഇടയിലാണ്. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ എല്ലാവരുമായിട്ട് ഒന്നിച്ച് മൂവ് ചെയ്തങ്ങ് ശീലമായി. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ആൾക്കൂട്ടമോ ആളുകളുമായിട്ട് ഇടപെടുന്നോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, തോന്നാറേ ഇല്ല. എനിക്ക് യഥാർത്ഥത്തിൽ ആളുകളില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകും. അത് എൻ്റെ ഒരു ശീലമായി, അതെൻ്റെ ഒരു പിന്നെ പ്രവർത്തന ശൈലിയായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. വീട്ടിൽ പലപ്പോഴും അധിക സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരും. അത് ഇന്നിപ്പം എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം ഞാനത് വലിയൊരു സാക്രിഫൈസായിട്ടല്ല കാണുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തെ പൊതുപ്രവർത്തകരുടെയൊക്കെ റോളുമായി വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് ഒന്നുമല്ല, ഒരു വലിയ പിന്നെ ഇതൊന്നുമല്ല. പക്ഷെ സാർ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ആദ്യ സമയത്താണെങ്കിലും ആന്റിക്ക് അതിലുള്ളൊരു ഇത് പരിഭവം അങ്ങനെയുള്ള കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ പൊതുപ്രവർത്തന രംഗത്താകുമ്പോഴേ നമ്മുടെ നിയന്ത്രണത്തിനകത്തല്ല നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ദിവസം ഒന്ന് പിന്നെ അല്പസമയം എടുക്കാമെന്ന് വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നങ്ങളുണ്ടായി ഉടനെ അങ്ങോട്ട് പോകേണ്ടി വന്നു, അതുപോലുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി, നമ്മുടെ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന് വരുന്ന സമയത്ത് അതിനോട് നീതി പുലർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും സാക്രിഫൈസ് കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ വരും. 1. 2, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് അത് കട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ അതുമായി കോപ്പ് ചെയ്യണം അല്ലേ ഫാമിലി. ഓപ്ഷൻ. ഒരാളും കൂടി ഉണ്ടല്ലോ, അച്ചു. അച്ചു എവിടെയാണിപ്പോ? അച്ചു എന്റെ ഞങ്ങൾ സിസ്റ്റർ. അച്ചു ദുബായിലാ. അപ്പം ഒരു മാരീഡ് ഒരു മോളുണ്ട്. ഓക്കെ. ദുബായ് സെറ്റിൽഡ് ആണ്. അവൾ അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, മോളായിരുന്നു. ഓക്കെ, ഫൈൻ. വേറെ ഒരു വളരെ ലൈറ്റ് ക്വസ്റ്റ്യൻ ആണ് സാർ, എന്നാലും ചോദിച്ചോട്ടെ. സാറിന്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ രൂപത്തിലൊന്നും അധികം ശ്രദ്ധിക്കില്ല, അതുപോലെ തന്നെയാണ് സാറും എന്നറിയാം. പക്ഷെ അതിൽ കൂടുതലും സാറിന്റെ വൈഫും
മകളും ശ്രദ്ധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഹെയർ സ്റ്റൈലിലാണെങ്കിലും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ടെലിവിഷനിൽ വരുമ്പോഴാണെങ്കിലും ഒക്കെ. സർ അധികം അങ്ങനെ ആ കാര്യത്തൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളത്. സർ കൂടുതലും വെരി സെൽഫ്ലെസ് ആയ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പം എങ്ങനെയാ സാറിന്റെ വൈഫും മകളും ഒക്കെയാണോ പിടിച്ചിരുത്തി മുടിയൊക്കെ ഒന്ന് നീറ്റാക്കി കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്? അത് ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ടൈമിന്റെ സമ്മർദ്ദം വരുന്ന സമയത്ത് അത് ഒഴിവാക്കുന്ന നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിലുള്ള സമയങ്ങൾ ഒഴിവാക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പിന്നെ കൂടുതൽ ഒരുങ്ങുന്നതിനോ കാര്യത്തിനോ ഒന്നും എനിക്ക് സമയം ഞാൻ എടുക്കാറില്ല. അതിന് വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുക്കാറുമില്ല. അപ്പം പലപ്പോഴും തലമുടി ഒക്കെ വെട്ടിക്കുന്നതൊക്കെ ഒത്തിരി താമസിച്ച് ഒക്കെ വരും. അപ്പം അടുത്ത കാലം വരെ ഭാര്യ തലമുടി വെട്ടി, കാരണം എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ സമയത്ത് വിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് അത് മാറിയിട്ടുണ്ട്. ചാണ്ടിക്ക് അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിലൊന്ന് ഏതാണ്? കാര്യം ആസ് എ ലീഡർ അദ്ദേഹത്തെ കേരള ജനതയ്ക്ക് തന്നെ അറിയാം ഏറ്റവും നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് ഓർ ആസ് യുവർ ഫാദർ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കും വേണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? വളരെ പേഷ്യന്റ് ആണ്, വളരെ പേഷ്യന്റ് ആണ്. ഗിവ്സ് എ പേഷ്യന്റ് ഹിയറിംഗ് ടു എവരിവൺ ആൻഡ് സ്പെഷ്യലി ടു യുവർ മദർ. everyone and Shema. These are two things anyone can learn, not only us, anyone can learn from. വളരെ പേഷ്യന്റ് ആണല്ലേ? വെരി നൈസ്. ഓക്കെ. പിന്നെ ഏതെങ്കിലും സിനിമയിലെ ഒരുപാട് രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങാറുണ്ടല്ലോ ചാണ്ടി സർ. ഇപ്പം ഒരുപാട് നമ്മുടെ നടന്മാരാണെങ്കിലും ഇതേപോലെ പോലീസ് വേഷങ്ങളും രാഷ്ട്രീയക്കാരെ എന്താ പറയുന്നത് വെല്ലുവിളിക്കുന്ന വേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ സുരേഷ് ഗോപി ചേട്ടനാണെങ്കിലും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതിലും ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രംഗമുണ്ടോ? ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ സിനിമയായിട്ട് എനിക്ക് പറഞ്ഞ പോലെ പിന്നെ ഒരു എനിക്ക് കാണുന്നതിൽ താല്പര്യം, പാട്ട് കേൾക്കുന്നതിൽ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ പലപ്പോഴും നമുക്ക് അതിനുള്ള സമയവും അവസരവും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നൊരു കാര്യമായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്ന് ഈസ്റ്റർ ആണ്. ഈസ്റ്ററിന് എങ്ങനെയായാലും ഇപ്പം അങ്ങനെ സാർ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ സ്വന്തമായിട്ടൊക്കെ ഈസ്റ്റർ ദിവസമെങ്കിലും ഒരുമിച്ചിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്മസ് ദിവസമെങ്കിലും കുടുംബത്തോട് ഒപ്പം ഇരിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വെക്കാറുണ്ടോ എല്ലാ വർഷവും? നിർബന്ധം വെച്ചാലും നടക്കത്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ നിർബന്ധം വെച്ചാൽ നടക്കില്ല. കാരണം ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ ആയിരിക്കും പിന്നെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. അപ്പോൾ അവിടെ പോകാൻ നമ്മൾ നിർബന്ധില്ല. നമ്മൾ ഈസ്റ്റർ ഇവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ, നമ്മളുടെ സാന്നിധ്യം വളരെയധികം ആളുകൾ ആഗ്രഹിക്കുന്ന പരിപാടികൾ നമുക്ക് പങ്കുചേരാൻ ഒക്കത്തില്ല. അപ്പം അവരുടെ ഒരു ആവശ്യം മാത്രമല്ല, എൻ്റെ ഒരു മാനസികമായിട്ട് ചില പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ട്. അങ്ങനെ വരുമ്പം പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് വീഴ്ച വരുത്തുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. സാർ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആന്റിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്താണ്? സാറിന്റെ വൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം? ഏറ്റവും അഡാപ്റ്റിംഗ് ആണോ, അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ, അതോ? ഭാവയെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഭാവിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൊക്കെയാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. ഇപ്പം അടുത്ത സമയം ബാങ്കിലെ ഉദ്യോഗസ്ഥയായിരുന്നു, അടുത്ത സമയത്ത് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം കുറെ കൂടെ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സമയം മാറ്റിവെക്കും. ഓക്കെ. എന്താ മറിയയുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഇത് അദ്ദേഹം ഉണ്ടല്ലോ അല്ലേ, വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ കൂടെ കളിക്കാനേ സമയമുള്ളൂ. പിന്നെ ഹോബി എന്ന് പറയാൻ ഇപ്പം ഓഫീസിൽ പോകുന്നു, അറിയാമല്ലോ ടെക്നോ പാർക്കിൽ തന്നെയാണ് പോകുന്നു, വൈകിട്ട് വരുന്നു, പിന്നെ അധികം ടൈമില്ല. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമായിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ വെച്ച് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അധികം വരാറില്ല. ഓഫീസിലോ വല്ലോ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴെന്നല്ലാതെ ഇല്ല. വെറുതെ പ്രത്യേകിച്ച് ഹോബീസ് ആയിട്ട്
ഒന്നുമില്ല. ഈ ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ചാണ്ടി സാറിന് കലയോട് എങ്ങനെയാണ് ഇൻക്ലിനേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കല ഒന്നും അടുത്തൂടെ പോയിട്ടില്ല. ഞങ്ങൾക്കെല്ലാം അതിന്റെ കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്നാണ്. അത് ശരി. സാർ പറഞ്ഞല്ലോ നേരത്തെ ഏകാന്തത ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ ഒരു അവസരത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി സാറിന് വന്നിട്ടില്ലേ? ഞാന് അങ്ങനെ വളരെ ചുരുക്ക അവസരങ്ങളെ വന്നിട്ടുള്ളൂ. അതിൽ ഒരവസരം ഞാൻ ഡാവോസിൽ വെച്ച് ഞാൻ വീണ് എൻ്റെ കാലൊടിഞ്ഞ് അതൊരു അർദ്ധരാത്രിയോടെ അടുത്തുള്ളൊരു സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അന്നേരം തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഉടൻ തന്നെ ഓപ്പറേഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ സെഡേഷൻ ഒരിത് വന്ന് അതങ്ങോട്ട് ഉണർന്നു വരുന്ന സമയത്ത് ഞാൻ ഒരു മുറിയിൽ ഒറ്റയ്ക്കാണ്. അപ്പം ഇങ്ങനെ എന്നെ കിടത്തിയിരിക്കുന്നു. അവിടെ വേറെ ആരുമില്ല. ഞാൻ പെട്ടെന്നങ്ങ് അസ്വസ്ഥനായി. കാരണം എനിക്കൊരിക്കലും അങ്ങനെ ഒരു അവസരം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ഒരു ബെല്ല് എന്നുള്ള ഇതിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് അതിൽ ലോങ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സിസ്റ്റേഴ്സ് ഓടി വന്നു. എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവരെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെ എല്ലാം മുറിയിലോട്ട് അയച്ചു. പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞ് മുറിയിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ പെർമിഷനോടുകൂടി എന്നെ അന്നേരം തന്നെ മുറിയിൽ അയച്ചെന്നപ്പോൾ മുറിയിലെല്ലാവരും മോളാച്ചുണ്ട്, പിന്നെ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരുണ്ട്, പിന്നെ ഈ ആക്സിഡന്റ് പേര് അറിഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നുള്ള അവിടെ ഡാവോസിലുണ്ടായിരുന്നവരും സൂറിച്ചിലുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നേരത്തേക്കൊന്ന് അസ്വസ്ഥനായി. അല്ലാതെ വന്ന് അപ്പം വേറെ ആരെയും കിട്ടിയില്ല. ഞാൻ ആ ബെല്ലില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിയേനെ. കാരണം ഒരാളും അടുത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ പേടിച്ച ഒരു സിറ്റുവേഷൻ അല്ലേ? പൊതുവെ ഇങ്ങനെ അച്ഛന് ദേഷ്യം കുറച്ച് കുറവാണോ കൂടുതലാണോ? അപ്പൊ ദേഷ്യപ്പെടാറേ ഇല്ല. അതെയോ? നേരത്തെ പറഞ്ഞ ക്ഷമയല്ലേ? ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ടെമ്പർ ലൂസ് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് ഓർമ്മയെന്നല്ല, അപ്പൊ ചെയ്തിട്ടില്ല ഇതുവരെ ഇത്രയും വർഷമായിട്ട്. പണ്ടൊക്കെ തന്നെയാണെങ്കിൽ സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊണ്ടുവരുമ്പം അമ്മ വഴക്ക് പറയും മാർക്ക് കുറഞ്ഞ്. അതുകൊണ്ടാകും പ്രോഗ്രസ് റിപ്പോർട്ട് മാർക്ക് കുറവൊക്കെ ആണെങ്കിൽ അമ്മ അറിയാതെ അപ്പയെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് പോകും. അതൊക്കെയായിരുന്നു. നമ്മൾ ചില സിനിമയിലെ കണ്ടിട്ടുണ്ട് നേരെ തിരിച്ച് അച്ഛനറിയാതെ അമ്മയെ കൊണ്ട്. അല്ലല്ല, ഇവിടെ നേരെ തിരിച്ച. അങ്ങനെ ഒന്നും അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല, കമ്പാരിറ്റീവ്ലി ഇതേ ഉള്ളു. പക്ഷെ അതുകൊണ്ട് അപ്പയെ കൊണ്ട് അമ്മ അറിയാതെ ഒപ്പിടിച്ചോണ്ടും ഒക്കെ പോവായിരുന്നു മാർക്ക് കുറവാണെങ്കിൽ. അങ്ങനെ വാശി, ദേഷ്യം, അതുപോലെ നെഗറ്റീവ് ഇതൊന്നും അങ്ങനെ ഒരു ഇതേ ഒന്നുമേ അപ്പയ്ക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ നെഗറ്റീവ്? അല്ല, അങ്ങനെ ക്ഷമ തന്നെയാണ് നെഗറ്റീവ്. ഒരുപാട് ക്ഷമ, ഒരുപാട് ക്ഷമ പറയേണ്ടവരോട് പറയത്തില്ല. ശരിയാണോ സാർ? സാറ് പറഞ്ഞതുപോലെ തന്നെ അല്ലേ, പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ? സാറിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, കാരണം എല്ലാവരുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് ഒരു കുറവ് ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. എങ്കിലും പണ്ട് കാലം മുതലേ, രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് മുതലേ, ഒരുപക്ഷെ സ്കൂൾ മുതലൊക്കെ ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ പഴയ ബന്ധങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. എനിക്കതിനകത്ത് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഇതാണ്. അപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ, കോളേജിൽ പഠിച്ച കൂട്ടുകാർ, അതിനുശേഷം ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്ന കാലം തൊട്ട് ഉള്ള പല മേഖലയിലുള്ള പ്രവർത്തകർ, അവരെയൊക്കെ എനിക്ക് കാണുമ്പം പ്രത്യേക താല്പര്യം ഞാൻ കാട്ടും. അതുപോലെ തന്നെ ഇടയ്ക്ക് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരെ കാണണമെന്നൊരു താല്പര്യം ഉണ്ടാകും. എന്തായാലും സാർ വളരെ വിശ്വാസിയാണെന്ന് കേട്ടിട്ടുണ്ട്, ദൈവവിശ്വാസിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഉയർച്ചയിലും ഇതിൽ ഈശ്വരന്റെ ഒരു വലിയ പങ്കുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം എനിക്ക് വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയേക്കാൾ കൂടുതൽ ഞാൻ ദൈവഭയമുള്ളയാളാണ്. നല്ലത് ചെയ്താൽ നമുക്ക് നന്മ കിട്ടും, തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നെ ഇപ്പോൾ ഏത് തീരുമാനമെടുക്കുന്ന സമയത്തും എന്നെ നയിക്കുന്ന ഒരു രണ്ട് ഘടകങ്ങൾ. ഒന്ന്, ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ അതിനൊരു ഇത് കിട്ടും.
ഞാനൊരു നന്മ ചെയ്താൽ എനിക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് വെച്ചുകൊണ്ടുള്ള ഒന്ന് വരും. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ചിലരത് മൗനമായിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, ചിലരത് ആദ്യം കാണുന്ന ആളുടെ മുകളിലേക്കായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സാറിന്റെ മനസ്സിലുള്ള ഒരു വിഷമമോ ടെൻഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ വളരെ കുറവാണെങ്കിലും ഉള്ള വിഷമമാണെങ്കിലും അത് പുറത്തേക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത്? പുറത്തല്ല, വീട്ടിൽ വരുമ്പോൾ. ഞാൻ പിന്നെ ഈ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളൊന്നും വീട്ടിലേക്ക് വലിച്ചഴക്കുകയോ വീട്ടുകാർക്കൂടെ ടെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ പിന്നെ ഇതൊക്കെ കുറേ പ്രശ്നങ്ങൾ പിന്നെ ടെൻഷനൊക്കെ പിന്നെ വൈഫിനും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകും, ഇങ്ങനെ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ. അപ്പം അത് എന്നെക്കൂടെ ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവർക്ക് ടെൻഷൻ വീണ്ടും കൂടും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല. എന്തെങ്കിലും ഇവര് പോയിന്റ് ഔട്ട് ചെയ്താൽ തന്നെ ഞാനത് നിസ്സാരവൽക്കരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം പിന്നെ അവർക്ക് ഇതൊരു ടെൻഷനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നോട് നിർബന്ധമുള്ളത് കൊണ്ട്. സാർ, ഈ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളല്ലേ, അപ്പം ഈ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഉറക്കമൊക്കെ? ഇപ്പൊ ചിലർക്കുണ്ടല്ലോ സ്വന്തം വീട്ടിൽ വന്നാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളൊരു കുറച്ച് ആളുകളുണ്ട്. വേറെ ചിലർക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുന്ന ചില ആളുകളുണ്ട്. സാറിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എങ്ങനെയാ ഉറക്കത്തിന് അങ്ങനെ ഡിസ്റ്റർബൻസ് എപ്പോഴെങ്കിലും? എനിക്കില്ല. എനിക്ക് പിന്നെ എനിക്ക് എവിടെയാണേലും എനിക്ക് എപ്പോഴാണേലും ഉറങ്ങുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ കൊണ്ടമാനം അലഞ്ഞുള്ള വർക്കായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്ഷീണം ഒക്കെ ഉള്ളത് കൊണ്ട് എവിടെയാണേലും അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പം പിന്നെ ഞാനിപ്പം ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നേരത്തെ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരിക്കലും കിടക്കത്തില്ല. കാരണം ഉറക്കം വന്നാൽ പോലും ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ട് കുറെ കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. കാരണം നേരത്തെ ഉറങ്ങി ഈ ഇടയ്ക്ക് വല്ലതും ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ടെൻഷനാണ്. ഈ ട്രെയിനിലൊക്കെ ഈ പോകുമ്പോൾ അപ്പർ ബർത്തിലൊക്കെ ആകുന്ന സമയത്തിന് ഞാൻ പിന്നെ താഴെ ഇറങ്ങി ഒക്കെ വരികയൊക്കെ ചെയ്യും. കാരണം എനിക്ക് അത് പിന്നെ ഉണർന്ന് അവിടെ കിടക്കാനൊക്കത്തില്ല. പിന്നെ കുറച്ച് വന്ന് ഒരു ഉറക്കമൊക്കെ ഒരു തോന്നുന്ന സമയത്താണ് തിരിച്ചു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ ഉള്ള സമയത്ത് ഞാൻ ഉറക്കത്തിൽ വരും. പിന്നെ എത്ര ഉറക്കം പിന്നെ ഇപ്പം രാത്രി 2 മണി 3 മണിയൊക്കെ ഞാൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് പിന്നെ കാറിൽ പോകുമ്പോഴാണെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. പിന്നെ എവിടെ ലെഷർ ടൈം കിട്ടുന്നോ ആ ടൈം ഞാൻ ഉപയോഗിക്കും. ഈ വിഷ്വൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ഞാൻ യോഗത്തിലൊക്കെ പോയാൽ സ്റ്റേജിലിരുന്ന് ഉറങ്ങും. പക്ഷെ ഇപ്പൊ അത് ഒരു നിവൃത്തിയില്ല. കാരണം ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് അത് ആ ഒരു ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു. Easter Day special programs presented by. പക്ഷെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലെ മിനിസ്റ്റർ ആരാണ് സർ? ഹോം മിനിസ്റ്റർ ആരാണ് ആക്ച്വലി? വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭാവിയാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യത്തേ ഇല്ല. പക്ഷെ അപ്പം ഇവരുടെ ഗ്രോത്ത് സ്റ്റേജസിലൊക്കെ സ്കൂൾ തുറക്കുമ്പോഴും കോളേജ് തുറക്കുമ്പോഴും ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ വരില്ലേ? അപ്പൊ അതിനെല്ലാം എന്താ ഒരു ഇന്റർഫിയറൻസ് വൈഫും പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഞങ്ങളുടെ ഒരു പരിപാടിക്ക് ഒരു PTA മീറ്റിങ്ങിലും വന്നിട്ടില്ല. ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഞാൻ എന്റെ കോളേജിൽ എന്റെ റൂം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ MA പഠിക്കുന്ന സമയത്ത് അത് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. കാരണം ഞാനത് എന്നെ കൂടെ കാത്തിരുന്നാൽ പലപ്പോഴും ടൈം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ് ചെയ്യും. പിന്നെ ഇത് വരും, ഒരു ഡ്യുവൽ കൺട്രോൾ പാടില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം വീടിനെ സംബന്ധിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം വൈഫിന് കൊടുത്തു. നോക്കിക്കോണം. പിന്നെ എനിക്ക് കിട്ടുന്ന ഈ സാലറി അത് ഞാൻ ഏൽപ്പിക്കും. അതുകൊണ്ട് പിന്നെ മറ്റ് ഭാവിക്കും ശമ്പളമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കോണം. പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യം ഇതാണ്. ഞാൻ പിന്നെ ഒന്നും അന്വേഷിക്കും.
എങ്ങനെ ഏതിനൊക്കെ കൂടുതൽ ചെലവ് ഇത് ചെയ്യണം അതെല്ലാം നിശ്ചയിക്കുന്നത് എല്ലാം വൈഫ് തന്നെയാണ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ഇതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഹോം മിനിസ്റ്റർ വൈഫ് തന്നെയാണ് അല്ലേ? സർ, ആഹാരക്കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആഹാരമുണ്ടോ? ഞാൻ അതിനകത്ത് വളരെ ഒരു അയവുള്ള ഒരു സമീപനം. എനിക്ക് ഇന്നതേ പറ്റൂന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. കാരണം ഞാനിങ്ങനെ യാത്ര നടക്കുന്ന സമയത്ത് ചില പ്രത്യേക ഇഷ്ടങ്ങൾ വെച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. അപ്പം ഞാൻ എന്ന് മാത്രമല്ല, ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ യാത്രയൊക്കെ ആയതുകൊണ്ട് അന്ന് തൊട്ട് ശീലിച്ചതും എന്ത് കിട്ടിയാലും കഴിക്കും. അതിനൊരു പ്രത്യേക ഒരു താല്പര്യക്കുറവോ ഒന്നും ഉണ്ടാകാറില്ല. എന്നാലും ആന്റി ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണ കൂടുതൽ ഇഷ്ടം? ഏറ്റവും കൂടുതൽ അങ്ങനെ പൊതുവേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം കപ്പയും മീൻകറിയാണ് ഇതായിട്ടുള്ളത്. പക്ഷേ ഞാൻ പിന്നെ ഒന്നിനും ഒരു യാത്രക്കിടയിലും ഒന്നിനും ഒരു ഇല്ല. പിന്നെ യാത്രക്കിടയിൽ പലപ്പോഴും സമയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭക്ഷണം പിന്നെ ഒഴിവാക്കേണ്ടി വരും. അപ്പം കാറിലിരുന്ന് കഴിക്കാവുന്ന എന്തെങ്കിലും, അല്ലെ ട്രെയിനിലിരുന്ന് കഴിക്കാവുന്ന എന്തെങ്കിലും ഭക്ഷണം ലൈറ്റ് ആയിട്ടായിരിക്കും എടുത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. മറിയ കുക്ക് ചെയ്യോ? ഇടയ്ക്ക് വല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അല്ലാതെ റെഗുലർ ആയിട്ട് കുക്കിംഗ് പറ്റത്തില്ല, നമ്മുടെ ഓഫീസ് വർക്കും. അതെ അതെ. പ്രത്യേകിച്ച് ആഹാരത്തോടുള്ള ഒരു ശാഠ്യമൊന്നും ഇല്ലാത്തതിന്റെ എളുപ്പമായിരിക്കും അല്ലേ? അപ്പൊ യാത്ര ചെയ്യുമ്പോ എങ്ങനെയാണ് സർ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ? ഇപ്പം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. എല്ലാ ഭക്ഷണമൊക്കെ പിടിക്കുമോ? അങ്ങനെയുള്ള അപ്പൊ ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പൊ ചെറുപ്പത്തിലെ അതൊക്കെ യൂസ് ആയതുകൊണ്ട് ലൈഫ് ആയതുകൊണ്ട് ഒരു ഇമ്മ്യൂൺ ആയിട്ടുണ്ട് എല്ലാത്തിനും. കഞ്ഞിയിലൂടെ സർ ചമ്മന്തി വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഞ്ഞിയും പയറും. ആണ് അല്ലേ? കഞ്ഞിയും കടലയും. ഇനി ഇതൊന്നും കിട്ടിയില്ലേ ചമ്മന്തി ആയാലും മതി അല്ലേ? ഈ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാ? വൈഫാണോ കൂടുതൽ ബ്ലഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല? ശ്രദ്ധയേ ഇല്ല അപ്പയ്ക്ക്. അമ്മയും കണക്ക് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കായിരിക്കും അല്ലെ ആന്റി? അല്ലെ സാറിന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് റെഗുലർ ചെക്കപ്പ് അമ്മയുടെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ആണ്. ടൈമും കിട്ടാറില്ല. അതെ. പുതുപ്പള്ളി ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടോ സാർ? സാറിന്റെ നാടായ അത് കപ്പയാണ് പുതുപ്പള്ളിയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. പുതുപ്പള്ളി ഏറ്റവും നല്ല കപ്പ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഇടയ്ക്ക് കോട്ടയത്ത് വായിച്ചു വരുമ്പോ അവിടുന്ന് കപ്പ കൊണ്ടുവരും. അല്ലെ പുതുപ്പള്ളിയിൽ നിന്നുള്ളവരാരെങ്കിലും വരുമ്പം അവര് കപ്പ കൊണ്ടുവരും. സാറിന് എങ്ങനെയാണ്? ഭയങ്കര അച്ചടക്കവും നീറ്റ്നെസ്സും വളരെ സിസ്റ്റമാറ്റിക്കും അങ്ങനെയൊക്കെയാണോ? ഞാന് ഇവിടെ വീട്ടിൽ വഴക്കിട്ടുന്ന ഒരേ ഒരു കാര്യം ടൈമിന്റെ കാര്യമാണ്. കൊല്ലത്ത് പോകാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് പോകണം. ഒരിക്കലും എന്റെ ആദ്യത്തെ പരിപാടി ഇന്ന് വരെ ലേറ്റ് ആയിട്ടില്ല. പിന്നെ അതിൽ നിന്നും വരുന്ന ഡിലേ കാരണം മറ്റു പരിപാടി വരുന്ന ഡിലേ അത് ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. ചിലപ്പം മനുഷ്യ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും അസാധാരണമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ അത് താമസിച്ച്. ചാണ്ടിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ടൈം മാനേജ്മെന്റ്? ടൈമിന്റെ കാര്യത്തിൽ അത്ര പോരല്ലേ?